ഹലോ നമസ്കാരം. എത്ര നന്നായിട്ട് പെർഫോമൻസ് ചെയ്താലും ഈ റിയാസ്, അനീഷ്, അനുമോള്, ഷാനവാസ് ഇങ്ങനെയുള്ളവർക്ക് ഒരു കുന്തവും കൊടുക്കാൻ പോകുന്നില്ല കേട്ടോ. സ്റ്റാറും കൊടുക്കാൻ പോകുന്നില്ല, നല്ലൊരു വാക്ക് പോലും പറയാൻ പോകുന്നില്ല. കാരണം ഒരു മുൻധാരണയോട് കൂടിയിട്ട് എപ്പോഴും മനുഷ്യനെ കാണുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ റിയാസിനുള്ളത്. മുമ്പത്തെ നമ്മുടെ ബിഗ് ബോസ് സീസണിലൊക്കെ നമ്മൾ കണ്ടതാണ്. അത് റിയാസ് ഉണ്ടായ സമയത്ത് റിയാസിന്റെ ചിന്തകളോട് അനുകൂലിക്കുന്നവരോട് മാത്രമേ റിയാസിന് താല്പര്യമുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരോട് മാത്രമേ സംസാരിക്കാനും ജീവിക്കാനും ഒക്കെയാണ് ഇയാൾ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ അത് അയാൾ ആരുടെ കൂടെ സംസാരിക്കണം, ആരുടെ കൂടെ ഇടപെടണം എന്നുള്ളത് അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ ഇവിടെ അത് പറ്റില്ല കേട്ടോ. ഈ ഒരു ക്യാരക്ടർ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അത് ശരിയല്ല. എന്നാൽ ഇവിടെ റിയാസിൻ്റെതായ ഒരു സൊസൈറ്റി ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ടാണ് ഈ റിയാസ് ബിഗ് ബോസിനകത്ത് കഴിയുന്നത്. പക്ഷേ ബിഗ് ബോസിന് വേണ്ടത് അതല്ല കേട്ടോ. ഇവിടെ റിയാസിന്റെ രീതി പറ്റില്ല. റിയാസ് ഇവിടെ വന്നിട്ട് ഒരു ഗസ്റ്റായിട്ട് നിൽക്കുന്നതിന് പകരം ഒരു പക്ഷപാതം ആയിട്ട് പെരുമാറുന്ന പോലെയാണ് നമ്മുടെ റിയാസ് അവിടെ കഴിയുന്നത്. ഇവിടെ നമ്മുടെ ആദില, നൂറ, ജിസേൽ, ആര്യൻ, ഒനീൽ ഇവരോടൊക്കെ റിയാസ് കാണിക്കുന്നത് ആ ഒരു ആത്മാർത്ഥത. എന്നാൽ മറ്റുള്ളവർ ഉണ്ടെന്ന് പോലും നമ്മുടെ റിയാസ് ചിന്തിക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഷിയാസും ശോഭയൊക്കെ എത്രയോ ബെറ്റർ ആയിട്ടാണ് ഇവിടുത്തെ കണ്ടസ്റ്റൻസിനോടൊക്കെ പെരുമാറിയിരിക്കുന്നത് നോക്കണം. അവർ വളരെ മാന്യമായിട്ട് പെരുമാറി. അതാണ് മര്യാദ. ഒരു ഗസ്റ്റായിട്ട് വന്നാൽ ഗസ്റ്റായിട്ട് നിൽക്കണം.